ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ എടുത്തത്. അപ്പം ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ റിലീസ് എത്തിയ മലയാള സിനിമകളെ കുറിച്ച് അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ റിലീസ് ചെയ്ത സിനിമകളെ കുറിച്ച് പരിശോധിക്കുക. ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കലാഭവൻ ഷാജോട് ആടപ്പന ബൈജു തുടങ്ങിയവർക്ക് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറയുന്ന സിനിമ. എന്നൊക്കെയാണ് തിയേറ്ററുകളിൽ വലിയൊരു വിജയമൊന്നും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടിരുന്നു. ഇപ്പോഴത്തെ ചിത്രം സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ ഇന്ന് റിലീസ് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം മനോരമ മാക്സ് വഴി നമുക്ക് ഇന്ന് മിഡ്നൈറ്റ് മുതൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എത്ര വരെയാണ് ചിത്രത്തിന്റെ OTT റിലീസ് വേണ്ടി കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. അവിടെ പിന്നെ ഇന്ന് മിഡ്നൈറ്റ് അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു മലയാള ചിത്രമാണ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന മലയാള സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന മനോരമ മാക്സ് ആണ്. സെപ്റ്റംബർ മാസം 20 ചിത്രം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇതുവരെ മനോരമ മാക്സ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ രാവിലെയോടുകൂടി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. മീനയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എത്ര വരെയാണ് അനന്തപുരം ഡയറീസ് എന്ന് പറയുന്ന ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ രണ്ട് ചിത്രങ്ങളാണ് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വീഡിയോ റിലീസ് എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ. അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് OTT വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കണേ. തമിഴിൽ നിന്നുള്ള ചിത്രമാണ് നമ്മുടെ വിക്രം കേന്ദ്ര കഥാപാത്രത്തെത്തി ഓഗസ്റ്റ് മാസം 15 തിയേറ്ററിലെത്തിയ ചിത്രമാണ് തങ്കരാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ ഒരു ഹിറ്റ് സിനിമ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രമാണ് തങ്കരാൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. നെറ്റ്ഫ്ലിക്സ് വഴി നാളെ മിഡ്നൈറ്റ് ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്നതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ചിത്രത്തിന്റെ HD ലീക്ഡ് വേർഷൻ നിലവിൽ എൻതൂസിയാസം എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ മിഡ്നൈറ്റ് മുതൽ തങ്കരാൻ എന്ന് പറയുന്ന സിനിമ തമിഴ്, മലയാളം, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴി കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഈ വരും ദിവസങ്ങളായിട്ട് OTT വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കണം. ഒന്നാമത്തെ ചിത്രം നമ്മുടെ സൂരി, അന്നാബൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ കൊട്ടുകാളി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മികച്ച അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സിംപ്ലി സൗത്ത് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിംപ്ലി സൗത്ത് ഈ വരുന്ന സെപ്റ്റംബർ മാസം 20 അതായത് ഇന്ന് മിഡ്നൈറ്റോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് സിംപ്ലി സൗത്ത് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അതോടൊപ്പം ഈ ആഴ്ച OTT വീഡിയോ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് നമ്മുടെ രാജ്കുമാർ രാവു, അതോടൊപ്പം ശ്രദ്ധ കപൂർ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തെ സ്ട്രീറ്റ് 2 എന്ന് പറയുന്ന സിനിമയാണ്. 1000 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയക്കുതിപ്പ് നടത്തുന്ന ചിത്രമാണ് സ്ട്രീറ്റ് 2 എന്ന് പറയുന്ന സിനിമ. ഈ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്ന അറിയിച്ച് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് OTT വീഡിയോ റിലീസ് ചെയ്യുമ്പോൾ ഒരു മലയാള സിനിമയെ കുറിച്ച് നോക്കാൻ നമ്മുടെ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തിന്റെ ചിത്രമാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് സൈജു കുറുപ്പിന്റെ ഡയറക്ട് OTT റിലീസാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ഒക്ടോബർ മാസം 14 ചിത്രം ഡയറക്ട് OTT റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അതോടൊപ്പം ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ് വാഴ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ അറിയിച്ചാണ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ മാസം 23 അതായത് നാളത്തെ കഴിഞ്ഞ് മിഡ്നൈറ്റ് വഴി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയോടെയായിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ വഴി സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തമിഴിൽ നിന്നുള്ള ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് കൺഫേം ആയപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം 27 C5 വഴി ഈ സിനിമ സ്ട്രീമിംഗ് നടത്തുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കാൻ. അരുൺനിധി എന്ന ചിത്രത്തിൽ നായകനായിട്ട് വന്നിട്ടുണ്ടെന്ന്. എന്നൊക്കെയാണ് പ്രിയ ഭവാനി ശങ്കർ നായികയായിട്ട് വന്ന ഈ ചിത്രം ഈ ഒരു വർഷങ്ങളുടെ എക്കാലത്തും വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്നൊക്കെയാണ് ചിത്രം മികച്ച ഒരു ഹൊറർ ചിത്രം എന്ന് തന്നെയാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ചിത്രം തന്നെയാണ് ഡിമോണ്ടി കോളനി 2 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.